ചെകുത്താൻ 41. ക്ഷീണവും പേടിയും തളർച്ചയും കാരണം അവന്റെ നെഞ്ചിൽ തലചേർത്ത് അവനെ ഇറുക്കി പുണർന്നു പെണ്ണ്. പെട്ടെന്ന് തന്നെ അവൾ ഉറങ്ങിപ്പോയി. കാറിലിരുന്നു കൊണ്ട് അവൻ ഓരോരോ സംഭവങ്ങളായി ഓർത്തെടുത്തു. അച്ഛനെ ഉപദ്രവിച്ചതുപോലെ ശംഖുവിനെയും ദേവേട്ടനെയും എല്ലാം ഉപദ്രവിക്കും എന്ന പേടി ഒരിക്കൽ അവൾ പറഞ്ഞത് അവൻ്റെ ഓർമ്മയിൽ വന്നിരുന്നു. അന്ന് തന്നെ അതിനെപ്പറ്റി അവൻ അന്വേഷിച്ചു. രാമനെ ചതിയിൽപ്പെടുത്തിയവരെല്ലാം തന്നെ അവൻ മനസ്സിലാക്കുകയും ചെയ്തു. അതറിഞ്ഞപ്പോഴാണ് AC മെക്കാനിക്കിന്റെ വേഷത്തിൽ തൻ്റെ ആളുകളെ പറഞ്ഞയച്ച് ജഗന്റെ ഓഫീസിൽ പലയിടത്തായി ഹിഡൻ ക്യാമറ സെറ്റ് ചെയ്തത്. അങ്ങനെയാണ് ആ വീഡിയോസ് അവന് കിട്ടിയത്. തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ഉറങ്ങുന്ന അവളെ നോക്കിക്കൊണ്ട് അവൻ ഫോൺ എടുത്ത് അതിലെ ക്യാമറ വിഷ്വൽസ് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ തുടങ്ങി. ലച്ചു ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടിയതും ജഗനൊരു ഭ്രാന്തനെ പോലെ സ്വന്തം മുടിയിഴകൾ തന്നെ പിടിച്ചു വലിക്കുന്നതും ആ ഓഫീസിലെ സകല സാധനങ്ങളും അടിച്ചു തകർക്കുന്നതും അവനെ ആശ്വസിപ്പിക്കാൻ അരികിലേക്ക് ചെന്ന ആനിയെപ്പോലും അവൻ ഉപദ്രവിക്കുന്നതും ദേവൻ കണ്ടു. ആനി, നീ ഇനി ഓഫീസിൽ വേണ്ട. ജഗൻ ഇനി ഒരു പെണ്ണിൻ്റെ കൂടെ അന്തി ഉറങ്ങുന്നെങ്കിൽ അത് അവൾക്കൊപ്പമായിരിക്കും. അവളെ തൊട്ടതിന് ശേഷം മതി ഇനി മറ്റൊരു പെണ്ണ്. വല്ലാത്തൊരു ഭ്രാന്തമായ പോലെ പറയുന്ന ജഗനെ കണ്ടതും ദേവന്റെ കണ്ണുകൾ കുറുകി. അപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് വേണുവിൻ്റെ വിളിയെത്തിയിരുന്നു. അച്ഛാ, കുഴപ്പമില്ല, എൻ്റെ ഒപ്പം ഉണ്ട് ആള്. ഇനിയിപ്പോൾ തറവാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവളെയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോകുന്നു. അടുത്ത ആഴ്ച അങ്ങോട്ട് വരാം. ദേവൻ പറഞ്ഞതും വേണു സമ്മതിച്ചു. ഒപ്പം തന്നെ അവൻ ശംഖുവിനെയും ഹരിയെയും വിളിച്ച് കാര്യം പറഞ്ഞു. എല്ലാവരും ടെൻഷനിൽ തന്നെ ആയിരുന്നു. ലച്ചുവിനെന്തോ അപകടം പറ്റിയെന്ന തോന്നലിൽ നന്ദു കരച്ചിലാണ്. അവളെ വീട്ടിലാക്കിയിട്ട് പോലും ഇറങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുകയായിരുന്നു. ഒടുവിൽ ശംഖു നിർബന്ധിച്ചാണ് അവളെ ഇറക്കിയത്. ലച്ചു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു എന്ന കാര്യം അവളെ വിളിച്ചറിയിച്ചപ്പോഴാണ് പെണ്ണ് ഒന്ന് ശാന്തമായത്. എന്നാൽ ദേവന്റെ മനസ്സിൽ ജഗൻ ഒരു എതിരാളിയായി തന്നെ തെളിഞ്ഞു വന്നു. അവനെ ഒതുക്കിയില്ലെങ്കിൽ ഉറപ്പായും തന്റെ ലച്ചുവിനെ അവൻ ഉപദ്രവിക്കും എന്ന് ദേവൻ ഉറപ്പായി. മനസ്സിൽ പല കണക്കുകൂട്ടലുകളുമായി അവൻ കണ്ണടച്ചിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ യാത്രയോടുകൂടി അവർ ഫ്ലാറ്റിലെത്തി. അപ്പോഴേക്കും സമയം ഏതാണ്ട് വൈകിട്ട് 6 മണിക്ക് അടുപ്പിച്ചായി. ദേവൻ തട്ടി വിളിക്കുമ്പോഴാണ് ലച്ചു കണ്ണു തുറക്കുന്നത്. അവനെ കണ്ടതും ലച്ചു ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ അവന്റെ മുഖത്ത് ഗൗരവം തന്നെയാണ്. ഒന്നും ചിന്തിക്കാതെ, ആരോടും ഒന്നും പറയാതെ താൻ ജഗന്റെ ആളുകളുടെ ഒപ്പം ഇറങ്ങിപ്പുറപ്പെട്ടതിന്റെ ദേഷ്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോൾ ദേവൻ ഒപ്പം ലച്ചുവിനെ കണ്ടതും ശംഖുവിന് ആശ്വാസമായി. എന്നാൽ പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അവൻ ലച്ചുവിനെ കുറെ വഴക്കും പറഞ്ഞു. അവൻ പറയുന്നതെല്ലാം മിണ്ടാതെ തലകുനിച്ച് നിന്ന് കേട്ടതേയുള്ളൂ പെണ്ണ്. അപ്പോഴേക്കും അവൻ ഫോണിൽ വിളിച്ച് നന്ദുവിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശംഖുവിനോട് ഫോൺ ലച്ചുവിന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു അവൾ. നന്ദുവിന്റെ ഫോൺ എടുത്തതും മറുഭാഗത്ത് നിന്ന് ശരിക്കും ഒരു പൂരപ്പാട്ട് തന്നെയായിരുന്നു. ഒടുവിൽ ലച്ചുവിന്റെ മുഖം വിളർന്നത് കണ്ടതും അവളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് നന്ദുവിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ശംഖു. എല്ലാവരും തന്നോട് പിണക്കത്തിലും ദേഷ്യത്തിലും ആണെന്ന് ലച്ചുവിന് മനസ്സിലായി. അവൾക്കാകെ സങ്കടമായി. 3 ബെഡ്റൂമുള്ള വലിയൊരു ഫ്ലാറ്റാണത്. ഓരോ ബെഡ്റൂമിനും ഏതാണ്ട് ഹാളിൻ്റെ അത്ര തന്നെ വലിപ്പവുമുണ്ട്. അങ്ങനെ ഒരു മുറിയാണ് ശംഖു അവൾക്ക് കാണിച്ചു കൊടുത്തത്. ആ മുറിയിലേക്ക് കയറിയതും ലച്ചു പൊട്ടി കരഞ്ഞുപോയി. അവൾ കരയുകയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ചു കഴിഞ്ഞതും ശംഖു അവളെ ആശ്വസിപ്പിക്കാനായി അവളുടെ അരികിൽ ചെന്നു. ഒപ്പം തന്നെ നന്ദുവിനെ കൊണ്ട് ഫോണിൽ വിളിച്ച് അവളെ സംസാരിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞതും അവൾക്കൊരാശ്വാസം തോന്നി. സമയം ഏതാണ്ട് രാത്രി 8 മണി അടുക്കാറായി. അവൾക്കാണെങ്കിൽ വേഷമൊക്കെ ഒന്ന് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഒരു വസ്ത്രവും കയ്യിലില്ല. ശംഖുവിന്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും മേടിക്കാമെന്ന് വെച്ചാലും അടിയിലിടുന്നതെല്ലാം മാറ്റിയേ പറ്റൂ. അവൾ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നത്. ഞാൻ ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തേക്കാം. അവളോട് ചോദിച്ച് അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1/2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം. പറഞ്ഞുകൊണ്ട് ഗൗരവത്തിൽ തന്നെ ഫോൺ ലച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തു ദേവൻ. അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവൾക്ക് ഭയം തോന്നി. മുഖമാകെ ദേഷ്യമാണ്. തല കുനിച്ചുകൊണ്ട് തന്നെ അവൾ ഫോൺ കയ്യിൽ മേടിച്ച് ചെവിയോട് ചേർത്തു. മേഡത്തിന് ആവശ്യമായ ഡ്രസ്സ് ഏതാണെന്നും അതിൻ്റെ സൈസ് എത്രയാണെന്നും പറഞ്ഞാൽ 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിക്കാം. അത് കേട്ടതും അവൾക്ക് ആശ്വാസം തോന്നി. അവൾ പതിയെ അവൾക്ക് ആവശ്യമായ ഡ്രസ്സുകളും അതിൻ്റെ അളവുകളും പറഞ്ഞു. ഇന്നേഴ്സിൻ്റെ എല്ലാം അളവുകൾ പറയുമ്പോൾ ശബ്ദം വളരെ താഴ്ത്തിയാണ് അവൾ പറഞ്ഞത്. ദേവൻ അടുത്ത് നിൽക്കുമ്പോൾ അവൾക്കാകെ വല്ലാതെ തോന്നിയിരുന്നു. 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ ലച്ചുവിന് ആവശ്യമായ വസ്ത്രങ്ങളും അവർക്ക് കഴിക്കാനുള്ള ആഹാരവും എത്തിയിരുന്നു. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമായിരുന്നു. ആകെ ഒരു ചപ്പാത്തിയും കുറച്ച് ചാറും മാത്രമാണ് അവൾ കഴിക്കാനായി എടുത്തത്. അത് കണ്ടതും ദേവൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. എന്നാൽ അവൾ ആരെയും നോക്കാതെ തലകുനിച്ചിരുന്ന് കഴിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ പാത്രത്തിലേക്ക് 2 ചപ്പാത്തിയും കുറച്ച് കറി കൂടി അവൻ വിളമ്പി. അവൾ ഞെട്ടി അവനെ ഒന്ന് നോക്കി. മര്യാദയ്ക്ക് ഇത് കഴിച്ചിട്ടേ ഇവിടെ നിന്ന് എഴുന്നേൽക്കാവൂ.
ഇന്ന് വളരെ സാഹസികമായി പല യാത്രകളും ചെയ്തതല്ലേ, ക്ഷീണം കൂടുതലായിരിക്കും. അവൾക്ക് കൊള്ളുന്ന രീതിയിൽ തന്നെ അവൻ സംസാരിച്ചു. അവൻ്റെ ദേഷ്യവും സംസാരവും കണ്ടപ്പോൾ തന്നെ ലച്ചുവിന് മനസ്സിലായി ആഹാരം കൂടി കഴിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ തന്നെ അവൻ തല്ലിയേക്കുമെന്ന്. അതുകൊണ്ട് വേഗം തന്നെ അവൻ വിളമ്പിയതെല്ലാം വാരി വാരി കഴിച്ചു. നന്ദുവിന് വൈകുന്നേരം ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം കാരണം അവൻ വേഗം തന്നെ മുറിയിൽ കയറി കതകടച്ചുറങ്ങി. പെട്ടെന്ന് തന്നെ ലച്ചുവും അവൾക്കായി കൊടുത്ത മുറിയിലേക്ക് പോയി. രാത്രി ആ വലിയ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവൾക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഒരുവിധം ഒന്ന് ഉറങ്ങിയതാണ്. എന്നാൽ കൃത്യം 12 മണിക്ക് ദുസ്വപ്നം കണ്ട് അവൾ ഞെട്ടി എഴുന്നേറ്റു. ശരീരമാകെ ഭയന്ന് വിറച്ചു. ഇനിയും ആ വലിയ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാനുള്ള ധൈര്യം ആ പാവം പെണ്ണിനില്ല. അവൾ വേഗം തന്നെ ലൈറ്റ് ഇട്ടുകൊണ്ട് ഹാളിലേക്ക് ഇറങ്ങി. ഹാളിലെ ലൈറ്റും അവൾ ഇട്ടു. തനിക്ക് മുന്നിൽ 2 മുറികളുണ്ട്. ഒന്നിൽ ശംഖുവും മറ്റൊന്നിൽ ദേവനും. ദേവന്റെ മുറിയിൽ വെളിച്ചമുണ്ട്. പതിയെ അവളുടെ കാലുകൾ ദേവന്റെ മുറിയിലേക്ക് ചലിച്ചു. കതകിന്റെ ഹാൻഡിൽ പിടിച്ചൊന്ന് തിരിഞ്ഞു നോക്കിയതും തുറന്നു വന്നു. അവൾ അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയ ദേവൻ അവിടെ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടു. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടിയാണ്. ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ കിടന്നോട്ടെ. തറയിൽ കിടന്നോളാം. തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ നോക്കി ഒരുവിധം അവൾ പറഞ്ഞൊപ്പിച്ചു.